and I could already feel your kiss. All nights, daydreams, sugar and smoke rings. I've been a fool for strawberries and cigarettes. Always taste like you. Headlights on me, racing through 16. I've been a fool for strawberries and cigarettes. Always taste like blue eyes, black jeans, lighters and candy. I've been a fool for strawberries and cigarettes. Always taste like you. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ തുണി ഇങ്ങനെ വലിച്ചു വാരി ഇടരുതെന്ന്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നിനക്ക്. എടി സോറിയുടെ ഇങ്ങനെ അറിയാണ്ടിട്ടതാ. ഇനി ഞാൻ ചെയ്യത്തില്ല. ഇത് ലാസ്റ്റാ. എന്റെ പൊന്നല്ലേ, ദേഷ്യപ്പെടലേടി ഇങ്ങനെ രാവിലെ. പൊന്നു നല്ലൊരു തേങ്ങയല്ല. മര്യാദക്ക് ഇത് മുഴുവനും ക്ലീൻ ചെയ്ത് കിട്ടോ, ഇല്ലെങ്കിലാ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. വെളിയിൽ നിന്ന് പാമ്പിനെടുത്ത് തലയിൽ വെച്ചത് ഞാൻ തന്നെയാ. എന്താടാ നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഏയ്, നിനക്ക് പോവാൻ ടൈമായെന്ന് പറയായിരുന്നു. ആ, നിന്റെ ടൈം എടുക്കാറായിട്ടുണ്ട്. എന്തേലും പ്രോബ്ലംസിൽ പോയാ നിന്റെ കാലം ഞാൻ അടിച്ചു പൊളിക്കും. ഞാൻ ഇറങ്ങുക. ചക്കരേ, അമ്മ പോയിട്ട് വരാവേ. അമ്മയ്ക്കൊരു ഉമ്മ വന്നേ. ആ, കൊച്ചിന് മാത്രം. ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂരത്തോ. അപ്പോ സ്നേഹമൊക്കെ ഉണ്ട്. നോക്കി നിൽക്കാണ്ട് ക്ലീൻ ചെയ്യടാ. ഞാൻ വരുമ്പോ എങ്ങാനും ഇവിടെ ഫുള്ള് അളിച്ചവാരി ഇട്ടാ കൊല്ലും ഞാൻ നിന്നെ. ഓ, ഇപ്പോ വന്ന റൊമാൻസ് അങ്ങനെ പോയി. അതേടെ ചക്കര, ഇല്ലെങ്കിലേ നിന്റെ എസ് മമ്മി വന്ന ഇവിടെ യുദ്ധം നടക്കും. എങ്ങനെ നടന്ന ഞാനാ യോഗില്ലമ്മേ. I wanna see you there, cause you piss me off and tease me there. Then you cross the line, baby, I'll shoot you down. Don't you ever think I'll fall for you, I'll knock you out. എടാ, എന്തായിരുന്നു ഇന്ന് വഴക്കിനുള്ള കാരണം? ദേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എന്റെ ഐഡിയ ആയിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നേരടാ പട്ടിച്ചേട്ടോ. ഈ ഭാര്യമാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ എന്റെ മോനെ, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഇവിടെ വഴക്ക് കേട്ടോണ്ടിരുന്ന ടൈമില് നീ ഇവിടെ ഉല്ലസിച്ച് നടക്കൂലോടാ. ഹാവു, ഇപ്പഴാ എനിക്കൊരാശ്വാസായത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഒടുക്കത്തൊരു റിവഞ്ച്. എന്നാലും ഏട്ടത്തിനെ പറഞ്ഞെങ്കിലും മനസ്സിലാക്കാൻ പറ്റില്ലേ? ഇവൾ അമ്മനെ വീടിനും അടുക്കത്തില്ല. കഴിഞ്ഞ ദിവസം അവളെന്നെ മുറിയിൽ പുറത്താക്കി. അതും 2 പെഗ് കുടിച്ചതിന്. പിന്നെ അവള് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. അന്നൊരെണ്ണം അവളുടെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ട് എന്റെ ശിവനെ, ഓർക്കാനില്ല. നീ എന്താടാ പറഞ്ഞേ? നിന്റെ ഏടത്തി പാവാണെന്ന്. ഉറങ്ങുമ്പോ ആയിരിക്കും. ഒന്ന് പോയടാ ചെറുക്കാൻ. ആ, അപ്പൊ എല്ലായിടത്തും അവസ്ഥ ഇത് തന്നെയാണല്ലേ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛാ, ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ശരിയുടെ മക്കളെ, പോയിട്ട് വാ. എന്തായി ആ DNA ടെസ്റ്റിന്റെ കാര്യം? അത് ഞങ്ങൾ ഇതുവരെ പോയില്ല. പോവാനായിട്ട് നിൽക്കുമായിരുന്നു. വാട്ട്? നിങ്ങളൊക്കെ എന്തിനാണ് ഈ യൂണിഫോം ധരിച്ചോണ്ട് നിൽക്കുന്നേ? ഇഡിയറ്റ്സ്. ജോലി സമയത്ത് ജോലിയാണ്. നിങ്ങൾക്കൊക്കെ എന്തിനാ സർക്കാർ ഇങ്ങനെ ശമ്പളം തരുന്നേ? വിത്തിൻ 15 minutes എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണം. ഗെറ്റ് ഔട്ട്.
ഈ മാഡത്തിന്റെ വീട്ടുകാരെ ഹസ്ബൻഡൊക്കെ എങ്ങനെയാണോ ഇതിനെ സഹിക്കുന്നത്? വേഗം വാടാ, വേഗം വാ, ഇല്ല നമ്മളെ കൊല്ലു ഇവര്. ഹലോ എസ് ഐ മാഡം. എന്താ കാര്യം പറ. ഓ, ആ കലിപ്പ് ഇതുവരെ പോയില്ലേ? ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തടി. ഇത് പറയാനാണോ നീ ഇപ്പൊ വിളിച്ചത്? ഓ എന്റെ ഭാര്യയെ, ഇന്ന് ഈവനിങ് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? നമുക്കൊന്ന് പുറത്തു പോവാം. ഇല്ല, പുതിയ കുറച്ച് കേസ് വന്നിട്ടുണ്ട്, നമുക്ക് സൺഡേ പോവാം. ശരി, ഞാൻ വെക്കുക. വെക്കല്ലേ ഉമ്മ തന്നേച്ച് കൂടി. നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടി ടൈമിൽ ഇങ്ങനെ കോൾ ചെയ്തെന്ന്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ നിനക്ക്? ഓ ശരി എന്റെ പൊന്നോ, ഞാൻ വെക്കുക. ഞാൻ ഇനി ഉമ്മ ചോദിക്കുന്നില്ല, പോരെ? ഇവനെ കൊണ്ട് കൊച്ചുറങ്ങിയോ? ദാ കൊച്ചുറങ്ങിയോന്ന്. ആ ഉറങ്ങി. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസില്? നിനക്ക് ചെവി കേട്ടോടെ? നിന്നോട് ഞാൻ ചോദിക്കുന്നേ. ഓ ഓഫീസിൽ എന്താ എന്നും ഉള്ള പോലെ തന്നെ, വേറെ വിശേഷമൊന്നും ഇല്ല. ഓഹോ, എന്റെ മസിൽ ബണ്ണി ദേഷ്യത്തിലാണോ? ഓ നമ്മൾ പിണങ്ങിയിരുന്നതും ദേഷ്യപ്പെട്ടാലും ഇവിടെ ആർക്കൊന്നും ഇല്ലല്ലോ, നീ മാറിക്കും. ആ നിക്ക് നിക്ക്, പോവല്ലേ. ഉമ്മ വേണ്ട നിനക്ക്? ഓ വേണ്ട. വേണ്ടേ? വേണ്ടെന്ന്. വേണ്ട. വേണ്ട. ഓ ഷിറ്റ്, ഇവിടെ പാടി. ഉമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ വിളിച്ചപ്പോ നിനക്ക് ഉമ്മ തരാൻ പറ്റില്ലല്ലേ? എന്നെ ശരിയാക്കി തരാടി, ഓടാടി. കടിക്കാതെ. ആകാശം പോലെ അകലെ അരികത്തായി നീ എന്തിനാ തല്ലുണ്ടാക്കാൻ പോയത്? എടി ഞാൻ പറഞ്ഞില്ലേ, അത് മനഃപൂർവ്വമല്ല, സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാ. മിണ്ടരുത്, എന്നോടൊരു അക്ഷരം മിണ്ടാൻ വരണ്ട. എടി അങ്ങനെ അല്ല, ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയി, നീ ഒന്ന് ക്ഷമിക്ക്. തുടരുത്, എനിക്കൊന്നും കേക്കണ്ട, എന്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട നീ. നിക്കടി, ഒന്ന് മിണ്ടടി. 4-5 ദിവസമായില്ലേ, എന്നെ കൊണ്ട് പറ്റുന്നില്ലടി. സോറി തേയ, പ്ലീസ് പ്ലീസ് എന്നോടൊന്ന് മിണ്ട്. മാറി നിക്ക്, എനിക്ക് നിന്നോടൊന്നും പറയാനുമില്ല കേൾക്കാനുമില്ല. മാറ്, എന്റെ കയ്യിന്ന് വീഴ. മാറാൻ. എടി ഞാനൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല, പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കടി എന്റെ പൊന്നല്ലേ. നിന്നോട് ഞാൻ എടാ, നീ എന്താ കാണിക്കുന്നേ? കാല് പിടിക്കണോ നീ എന്റെ? എഴുന്നേക്ക് ജയ്, എന്താ കാണിക്കുന്നത്? എഴുന്നേക്കാൻ. ഐ ആം സോറിടി, എനിക്ക് പറ്റുന്നില്ലടി. നീ എന്നെ വേണമെങ്കിൽ തേറി പറഞ്ഞു, അല്ലെങ്കിൽ തല്ലിക്കോ. പക്ഷെ നിന്റെ ഈ സൈലൻസ് അതെന്നെ കൊല്ലുവാടി. പ്ലീസ്, ഐ ആം സോറി, ഐ ആം സോറി, ഐ ആം സോറി. ശരി, നീ ആദ്യം എഴുന്നേക്ക്. വഴക്ക് മാറിയെന്ന് പറ ആദ്യം, എന്നാലേ ഞാൻ എഴുന്നേക്കത്തുള്ളൂ. ഓ ശരി ശരി, വഴക്ക് മാറി, എഴുന്നേക്ക്.
ഇനി ഇങ്ങനെ ചെയ്യുമോ നീ? നീയാണ് നമ്മുടെ കുഞ്ഞാളയില്ല. ഐ ലവ് യു. ഐ ലവ് യു ടു. എന്താടാ ഈ പാതിരാതിരിക്ക്? ഡാ കൊച്ചിനെ നിന്റെ കൂടെ കിടത്ത്. പിണക്കൊക്കെ മാറിയല്ലേ, സ്വാഭാവികം. ശരി ശരി ആയിക്കോട്ടെ. കൊച്ചെവിടെ? കൊച്ച് അപ്പുറത്തെ മുറിയിലുണ്ട്. എന്താ മോനെ ഉദ്ദേശം? ദുരിദേശം തന്നെ. എത്ര ദിവസായി വടിയുടെ. നിന്റെ ചുവന്ന തൊടുത്ത ചുണ്ടുകൾ കാണുമ്പോൾ എനിക്ക് കണ്ണോട് പോകൂടി. ഇനി എനിക്ക് പറ്റത്തില്ല.